أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹുവിന്റെ തൗഫീഖിനാൽ കഴിഞ്ഞ ദർസുകളുടെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് പ്രചരിപ്പിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ ദർസിന്റെ തുടർച്ചയാണ് ഇന്നുള്ള ദർസ്. ഖുലഫാഉർ റാഷിദൂൻ എന്ന വിഷയത്തിന്റെ മൂന്നാമത്തെ ദർസ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കേണ്ടായത്. ചെറിയ ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് കഴിഞ്ഞ ദർസിൽ പരിചയപ്പെടാൻ മാത്രമാണ് നമുക്ക് സാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സഹാബിമാരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രഥമ സ്ഥാനത്തുള്ള സഹാബിമാരാണ് ഖുലഫാഉർ റാഷിദുകൾ. അവരിൽ തന്നെ ഏറ്റവും ഒന്നാം സ്ഥാനത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളത്. അദ്ദേഹത്തിന്റെ ഫളായിലുകളും സ്ഥാനവും പദവിയും ഒരുപാട് സ്വഹീഹായ ഹദീസിലും അതേപോലെ തന്നെ ചരിത്രത്തിലും നമ്മൾക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ കലാമിലൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രശംസിച്ചത് കഴിഞ്ഞ ദർസിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. ആ ഒരു സൂക്തത്തിലൂടെ മാത്രമല്ല, മറ്റു നിരവധി വചനങ്ങളിലൂടെ വ്യംഗ്യമായും പരോക്ഷമായും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു പ്രശംസിക്കുന്നത് ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം, ഇന്ന സൂക്തങ്ങളുടെ ഉദ്ദേശം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ഇന്ന് പല ആളുകളും സഹാബികളുടെ കാലത്ത് നടന്ന പ്രശ്നങ്ങളെയും അന്നുണ്ടായിരുന്ന പല അഭിപ്രായ വ്യത്യാസങ്ങളെയും വിലയിരുത്തിക്കൊണ്ടോ അതല്ലെങ്കിൽ തൽപര കക്ഷികൾ എഴുതിയ പ്രചരിപ്പിച്ച വാർത്തകൾ വിശ്വസിച്ചുകൊണ്ടോ അങ്ങനെയുള്ള ചരിത്രങ്ങൾ സ്വഹീഹായി സ്ഥിരപ്പെടാത്ത ഷിയാക്കളും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളും യഹൂദന്മാരും ഒക്കെ പടച്ചുവിടുന്ന ചരിത്രങ്ങൾ സത്യപ്പെടുത്തിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാരെ ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും അത് നേർക്കുനേരെയല്ല സംഭവിക്കാറുള്ളത്. സഹാബിമാരിൽ തന്നെ മറ്റു ചില സഹാബിമാരെ, ഉദാഹരണത്തിന് അലി റളിയല്ലാഹു അൻഹുവിനെ, അങ്ങനെയുള്ള സഹാബിമാർക്ക് അഹ്ലുൽ ബൈത്തിന് പരിഗണന നൽകുക, അവരോടുള്ള സ്നേഹം അതിന് മുൻഗണന നൽകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും അവർ രംഗത്ത് വരാറുള്ളതെങ്കിലും
ആത്യന്തികമായി മഹാന്മാരായ മറ്റ് സഹാബിമാരെ ചീത്ത പറയുന്നതിലേക്കും അവരെ അവിശ്വസിക്കുന്നതിലേക്കുമാണ് അത് കൊണ്ടെത്തിക്കുക എന്നത് നമ്മൾക്ക് ചരിത്രത്തിൽ തന്നെ അതിനൊരുപാട് തെളിവുകൾ കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ അലി റളിയല്ലാഹു അൻഹുവിനോ ഹസൻ റളിയല്ലാഹു അൻഹുവിനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അഹ്ലുൽ ബൈത്തിൽപ്പെട്ട സഹാബിമാർക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നുവെങ്കിൽ അവരെയാണ് ആ കാലഘട്ടത്തിൽ ഷിയാക്കൾ എന്ന് വിളിച്ചിരുന്നത്. പണ്ഡിതന്മാർ, മുൻഗാമികളായ ഉലമാക്കൾ ഷിയ എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാളും അലി റളിയല്ലാഹു അൻഹുവിന് പ്രാധാന്യം കൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു അഭിപ്രായ വ്യത്യാസമല്ല. യഥാർത്ഥത്തിൽ അതൊരു വലിയ തെറ്റാണ്. ആരെങ്കിലും അലി റളിയല്ലാഹു അൻഹു ആണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഖിലാഫത്തിനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഫദ്ലുള്ളവൻ എന്ന് വാദിച്ചാൽ ഫഖദ് അസ്റാ ബിൽ മുഹാജിരീന വൽ അൻസാർ, അവൻ യഥാർത്ഥത്തിൽ മുഹാജിറുകളെയും അൻസാരികളെയും കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം അവരെല്ലാം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തതും വിശ്വസിച്ചതുമായ കാര്യമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഫദ്ലുള്ളത് എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, കുന്നാ നഖൂലു ഫീ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലു ഹാദിഹിൽ ഉമ്മ ബഅദ നബിയിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, അള്ളാഹുവിന്റെ റസൂല് കഴിഞ്ഞാൽ ഈ സമുദായത്തിലെ ഏറ്റവും അഫ്ദലായ വ്യക്തി അബൂബക്കർ റളിയല്ലാഹു അൻഹു, സുമ്മ ഉമർ, സുമ്മ ഉസ്മാൻ എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്മഉ ദാലിക ഫലം യുൻകിർ അലൈനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേൾക്കാറുണ്ടായിരുന്നു, ഞങ്ങളോട് അത് തിരുത്താറുണ്ടായിരുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അംഗീകരിച്ച കാര്യമാണ് ഈ വസ്തുത. അതിനെയാണ് പല ആളുകളും ഇപ്പോൾ വിമർശിക്കുന്നത്. ഖിലാഫത്ത് കിട്ടിയത് അബൂബക്കർ സിദ്ദീഖിനാണെങ്കിലും അദ്ദേഹത്തിനേക്കാൾ ഏറ്റവും അഫ്ദലായ സഹാബി അലി റളിയല്ലാഹു അൻഹു ആണ് എന്നൊക്കെയുള്ള ചിന്താഗതി അഹ്ലു സുന്നയുടെ പേരിൽ, സുന്നികളുടെ പേരിൽ ഷിയായിസം പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇപ്പോൾ നമ്മളുടെ ഭാഷയിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ കൂഫയിലെ മിമ്പറിൽ കയറി പ്രസംഗിച്ചു. എന്നിട്ട് പറയുകയുണ്ടായി, അഫ്ദലു ഹാദിഹിൽ ഉമ്മ ബഅദ നബിയിഹാ അബൂബക്കർ. ആരെങ്കിലും മനസ്സിലാക്കുന്നുവെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ, ഈ സമുദായത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. സുമ്മ ഉമർ, മൂന്നാമത്തേത് സുമ്മ അൻതും തഅലമൂൻ, മൂന്നാമത്തെ വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതാരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് അലി റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് പ്രസംഗിക്കുകയാണ് കൂഫയിൽ. അതുകൊണ്ട് തന്നെ മുതവാത്തിറാണ് ഈ സംഭവം, മുഴുവൻ മനുഷ്യന്മാർക്കും അറിവുള്ളതാണ്. ഇസ്ലാമിക ഭരണം ഏറ്റവും കൂടുതൽ ഖിലാഫത്തുർ റാഷിദ നടത്തിയ വ്യക്തി സഹാബിമാരുടെ കൂട്ടത്തിൽ ആരാണ്? ഖലീഫമാരുടെ കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വാധീനം സഹാബിമാർക്കിടയിൽ, ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്കിടയിൽ വളരെ ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യവും നീതിബോധവും ഒക്കെ കണ്ടിട്ട് ചില ആളുകൾ പറയാൻ തുടങ്ങി, ഈ വാർത്ത അദ്ദേഹത്തിന്റെ ചെവിയിലെത്തി. അദ്ദേഹം ദേഷ്യപ്പെട്ടു. അദ്ദേഹം ഒരിക്കൽ മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ പ്രസംഗിക്കുകയുണ്ടായി, അലാ ഇന്ന അഫ്ദല ഹാദിഹിൽ ഉമ്മ ബഅദ നബിയിഹാ അബൂബക്കർ. ഈ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അബൂബക്കറാണ്. ഫമൻ ഖാല ഗൈറ ദാലിക ബഅദ മഖാമി ഹാദാ. എന്റെ ഈ വിശദീകരണത്തിന് ശേഷവും ആരെങ്കിലും അങ്ങനെ പറയുന്നുവെങ്കിൽ ഫഹുവ മുഫ്തരിൻ, അവൻ കള്ളവാദിയാണ്. അലൈഹിമ അലൽ മുഫ്തരീൻ, അവനെതിരെ നടപ്പാക്കേണ്ട ശിക്ഷ ഒരു കള്ളം കെട്ടിച്ചമച്ചവന് എതിരെ നടപ്പാക്കുന്ന ശിക്ഷയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ സഹാബിമാർക്കിടയിൽ തർക്കമില്ലാത്ത വിഷയമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനവും പദവിയും മഹത്വവും. പക്ഷേ ചില ആളുകൾക്ക് ഇപ്പൊ സംശയം തോന്നി തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും വേണം. ഫിത്നയുടെ ആദ്യ സ്റ്റെപ്പ് അങ്ങനെയാണ്. ഓരോ കാര്യം ഇങ്ങനെ പറയും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് പ്രചരിക്കാൻ തുടങ്ങും, പിന്നെ ആളുകൾ അത് വിശ്വസിക്കാൻ തുടങ്ങും. സത്യം ചെരുപ്പിടുമ്പോഴേക്ക് കളവ് അത് എന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും എന്ന് ആളുകൾ പറയാറുണ്ട്. ഇത് തന്നെയാണ് എല്ലാ സമയത്തും സംഭവിക്കാറുള്ളത്. കുറേശ്ശെ പ്രചരിപ്പിക്കുക. ആദ്യം പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്താൻ തുടങ്ങി, ഷിയായിസത്തിന്റെ പുസ്തകങ്ങൾ. അപ്പൊ ആരും ഒന്നും അത്ഭുതപ്പെട്ടില്ല. അതൊരു സാഹിത്യം, വായിക്കാൻ നല്ല പിന്നെ ശൈലിയുള്ള മലയാള പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തിയത് പേർഷ്യയിൽ നിന്നും മറ്റും. പിന്നീട് ഒന്നോ രണ്ടോ ആളുകൾ അതിന്റെ പുറകെ കൂടാൻ തുടങ്ങി. ഇപ്പോൾ അതിന് അനുയായികളായി. ഇനി അത് മുസ്ലിങ്ങൾക്ക് തന്നെ ഒരു ഭീഷണിയായി മാറും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെ തന്നെയാണ് ഇസ്ലാമിക സമൂഹം, മുസ്ലിങ്ങൾ ശക്തിയുള്ള മുഴുവൻ പ്രദേശങ്ങളിലും അവർ ക്ഷയിച്ചത്. അതിന് കാരണം ഈ രൂപത്തിലുള്ള ഷിയായിസവും അങ്ങനെയുള്ള ചിന്താഗതികളും കടത്തിക്കൂട്ടിയതാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ നമ്മൾ പ്രതിരോധം തീർക്കണം. അതെങ്ങനെയാണ്? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിലൂടെ,
നാവ് കൊണ്ടും പേന കൊണ്ടും ആളുകൾക്കിടയിൽ ഹക്ക് എന്താണെന്ന് പ്രചരിപ്പിക്കുന്ന ജിഹാദിലൂടെയാണ് അതിന് നമ്മൾ നിവാരണം വരുത്തേണ്ടത്. നമ്മൾ പറഞ്ഞു വരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനത്തെ സംബന്ധിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ പേര്, തറവാട്, കുടുംബ പശ്ചാത്തലം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദർസിലൂടെ പഠിക്കുകയുണ്ടായി. ഇന്ന് സംസാരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷണം. അദ്ദേഹമാണ് ആദ്യമായി മുസ്ലിമായ പുരുഷൻ, വ്യക്തി എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അലി റളിയല്ലാഹു അൻഹു ആണ്. അതപ്പോൾ അദ്ദേഹം ചെറിയ മകനായതുകൊണ്ടാണ് പരാമർശിക്കാത്തത്. പിന്നീട് സ്ത്രീകളുടെ കൂട്ടത്തിൽ, അതല്ലെങ്കിൽ മൊത്തം ആദ്യത്തിൽ തന്നെ മുസ്ലിമായതാരാണ്? ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളത്. അദ്ദേഹം മുസ്ലിം ആവാനുള്ള ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുറൈശികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവക്കാരനായിരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ലം യശ്റബുൽ ഖംറ ഖത്തു, ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം മദ്യപിച്ചിട്ടില്ല. ജാഹിലിയ കാലത്തെ അറബികളുടെ സ്വഭാവവും മദ്യവുമായി അവരുടെ ബന്ധമൊക്കെ നമ്മൾക്ക് അറിയാൻ പറ്റുന്നതാണ്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ജീവിച്ചിട്ടും അദ്ദേഹം മദ്യപിച്ചിരുന്നില്ല എന്നാണ്. അതിന് കാരണമായി അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള സമ്പന്നരും മറ്റുമൊക്കെ ആയിട്ടും മദ്യപിക്കാതിരുന്നത്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ചെറുപ്പകാലത്ത് അദ്ദേഹം ഒരു മദ്യപൻ മദ്യപിച്ച് വഴിയിൽ കിടക്കുന്നത് കണ്ടു. അദ്ദേഹം വൃത്തികെട്ട പല സാധനങ്ങളും വാരി ശരീരത്ത് തേക്കുന്നതും വായിലിടുന്നൊക്കെ കണ്ടു. അന്ന് മുതൽ അതിനോട് ഒരു വെറുപ്പ് തോന്നി എന്നാണ്. പിന്നീട് മദ്യപിച്ചിട്ടില്ല. എന്റെ അന്തസ്സും അഭിമാനവും മദ്യത്തിലൂടെ ഞാൻ എന്റെ ബുദ്ധിയെ മാറ്റി നശിപ്പിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അതേപോലെ തന്നെ ജാഹിലിയ കാലത്ത്, ആ പേര് തന്നെ അതാണല്ലോ ജാഹിലിയത്ത്, അവിടെ ഉണ്ടായിരുന്ന ഒരു ദുസ്വഭാവവും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹാരാധന. കഅബയിൽ പോലും 360 വിഗ്രഹങ്ങളെ സ്ഥാപിച്ചുകൊണ്ടാണ് അവർ ആരാധിച്ചിരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ പിതാവ് ആരാണ്? അബൂ ഖഹാഫ, അബ്ദുല്ലാഹി ബിൻ ഉസ്മാൻ അല്ലെ? ഉസ്മാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? കഅബന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇതൊക്കെയാണ് നമ്മളുടെ ദൈവങ്ങൾ, ഇവരെ എല്ലാവരെയും പൂജിക്കണം. ചെറിയ കുട്ടിയാണ്. അവിടെ നിർത്തിയിട്ട് നമ്മളെ കുട്ടികളെ മദ്രസയിലേക്ക് ഓതാനാക്കുന്നത് പോലെ അവിടെ പൂജിച്ചോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തി പിതാവ് എങ്ങോട്ടോ പോയി. അപ്പൊ അദ്ദേഹം വിഗ്രഹങ്ങളോട് ചോദിച്ചു, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് വെള്ളം വേണം, ദാഹിക്കുന്നുണ്ട്. ഒരു പ്രതികരണം ഉണ്ടായില്ല. അപ്പൊ വിഗ്രഹത്തിനെ അദ്ദേഹം ആ കാലഘട്ടത്തിലെ നടപടി അനുസരിച്ച് അദ്ദേഹം ചെറിയ കുട്ടിയാണല്ലോ, ഒരു കല്ലെടുത്തെറിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് പോയി. പിന്നെ വിഗ്രഹാരാധനയുടെ മുന്നിലേക്ക് ആ സമയത്തോ അതിനു ശേഷമോ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല വിഗ്രഹാരാധനയുമായി. അങ്ങനെയുള്ള ഒരു ഹനീഫിയത്തിന്റെ ഒരു ശരിയായ ഒരു പ്രകൃതിയിൽ തന്നെ ഊട്ടപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഇസ്ലാം ആശ്ലേഷണത്തിന് തൊട്ടു മുമ്പ് നടന്ന ഒരു സംഭവം, മക്കയിലുണ്ടായിരുന്ന ഹനീഫി മതക്കാർ, അതായത് മക്കയിൽ ഭൂരിഭാഗം ആളുകളും ജാഹിലിയത്തിന്റെ ആളുകളാണെങ്കിലും അവിടെ വിശ്വാസമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതിലൊന്നാമത്തേത് വറഖത്ത് ബിൻ നൗഫലിനെ പോലെ ക്രിസ്ത്യാനികളായ ആളുകൾ. ക്രിസ്ത്യാനികളല്ല, അവർ യഥാർത്ഥ വിശ്വാസികളാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച ആളുകൾ. അത് ഖദീജ റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാവനാണ് വറഖത്ത് ബിൻ നൗഫൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധുക്കാരനാണെന്ന് അർത്ഥം. അതേപോലെ അദ്ദേഹം അസദ് ഗോത്രക്കാരനാണ്. വറഖത്ത് ബിൻ നൗഫൽ അസദി, ഖദീജ റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയാണ്. ഖദീജ ബിൻത് ഖുവൈലിദ് അൽ അസദി, അവർ അസദ് ഗോത്രക്കാരാണ്. അങ്ങനെയുള്ള മറ്റൊരു വിഭാഗം, വേറൊരു വിഭാഗം ഉണ്ടായിരുന്നു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിലാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ഹനീഫി മതക്കാര്. അവര് 3-4 പേര് അവിടെ പ്രത്യക്ഷത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഉബയ്യത്ത് ബിൻ അബിസ്സലത്ത് എന്ന് പറയുന്ന വ്യക്തി, അതേപോലെ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ, ഇവരൊക്കെ അങ്ങനെ വിശ്വസിച്ച ആളുകളാണ്. നമ്മളുടെ കൗമുള്ള ഈ വിഗ്രഹാരാധനയൊക്കെ തെറ്റാണ്, അതൊന്നും ശരിയല്ല, ഇതല്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ചത് എന്നൊക്കെ അവർക്കറിയായിരുന്നു. അങ്ങനെ വറഖത്ത് ബിൻ നൗഫലും ഉമയ്യത്ത് ബിൻ അബിസ്സലത്തും അംർ ബിൻ നുഫൈലും ഒക്കെ കൂടിയിട്ട് ഒരു യാത്ര നടത്തി സത്യമത അന്വേഷിച്ചുകൊണ്ട്. അവർ സിറിയയിലെത്തി. അവിടെ വെച്ചാണ് വറഖത്ത് ബിൻ നൗഫൽ ക്രിസ്ത്യാനിയാകുന്നത്. മറ്റുള്ളവർ 2 ആളും വിശ്വസിച്ചില്ല. അവർ പറഞ്ഞു, ഇതല്ല സത്യം, ഈ പറയുന്നതിലൊക്കെ ചെറിയ തകരാറുകളുണ്ട്, ഹക്ക് ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മടങ്ങി. പക്ഷെ അവർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാനും ആരാധിക്കാൻ പാടുള്ളൂ എന്ന വാദമുള്ളവരായിരുന്നു. അങ്ങനെ ജീവിക്കുകയും ചെയ്യായിരുന്നു. അങ്ങനെ ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഅബയുടെ അടുത്തിരിക്കുമ്പോൾ അവിടെ ഉമയ്യത്ത് ബിൻ അബി സലത്ത് ഉണ്ടായിരുന്നു. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ അതിൽ നടന്നുപോയി. അദ്ദേഹം കൂട്ടുകാരനോട് ചോദിച്ചു, ഹൽ വജത്ത മാ തത്ലുബ്, അല്ല എവിടെയായി നിങ്ങളുടെ അന്വേഷണമൊക്കെ എവിടെ എത്തി? അപ്പൊ ഈ കാര്യമൊന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയില്ല, ഇവരുടെ അന്വേഷണ യാത്രയും കാര്യങ്ങളൊന്നും. അദ്ദേഹം ചെറുപ്പക്കാരനാണ്, മറ്റുള്ളവർ പ്രായം ചെന്നവരാണ്. അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈലിനെ കണ്ടിരുന്നു, പ്രായം ചെന്ന ഒരു കിളവനായിക്കൊണ്ട് അവരുടെ കുട്ടിക്കാലത്ത്. അപ്പൊ അദ്ദേഹം ആ സമയത്ത് പ്രായം ചെന്നവരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറിയ പ്രായക്കാരനാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, കഅബയുടെ അടുത്ത് തന്നെ ഇരിക്കുന്ന
ഉമയ്യത്തിനോട് ചോദിക്കുകയാണ്, ഹൽ വജത്ത മാ തത്ലുബ്, നീ അന്വേഷിക്കുന്നവരെ നീ കണ്ടെത്തിയോ, അന്വേഷിക്കുന്ന കാര്യം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, കണ്ടില്ല. അപ്പൊ അദ്ദേഹം കവിതയിലൂടെ മറുപടി കൊടുത്തു, കുല്ലു ദീനിൻ യൗമൽ ഖിയാമത്തി ബൂറു ഇല്ലാ മാ ഖലല്ലാഹു ഫിൽ ഹഖീഖ, അള്ളാഹു വിധിച്ചതല്ലാത്ത മുഴുവൻ മതങ്ങളും ബാത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവർ തമ്മിൽ സംഭാഷണം നടക്കുകയാണ്. അബൂബക്കർ കേട്ടിരിക്കുകയാണ് എന്താണ് അവർ പറയുന്നത് എന്നുള്ളത്. അപ്പൊ അദ്ദേഹം വീണ്ടും ചോദിച്ചു, ആ പ്രവാചകൻ എവിടെയാണ് വരിക? അടുത്ത ചോദ്യം. അപ്പൊ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. ഒരു പ്രവാചകനെ സംബന്ധിച്ചാണല്ലോ സംസാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറബികൾക്കിടയിൽ ഒരു പ്രവാചകൻ വരും എന്ന കാര്യം ഉറപ്പുണ്ടായിരുന്നു. അറബികൾക്കും അറബികളല്ലാത്ത യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ. കാരണം മുൻ വേദങ്ങളിലൂടെയും അതേപോലെ തന്നെ ജ്യോത്സ്യന്മാരിലൂടെയും ഈ കഹാനത്തിന്റെ ആളുകളിലൂടെയൊക്കെ അവർ പ്രവചിച്ചിരുന്നു ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന കാര്യം. ആ കൂട്ടത്തിലുള്ള പ്രവചനം വിശ്വസിച്ചുകൊണ്ടാണ് പല ആളുകളും ഒരു പ്രവാചകന്റെ നിയോഗമനം അടുത്തിട്ടുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു. പല തരത്തിലുള്ള രൂപത്തിൽ പിന്നെ ഒരു ചിന്താഗതി അവർക്കിടയിൽ വ്യാപിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, പ്രവാചകൻ നിങ്ങളുടെ തറവാട്ടിലാണോ അതല്ല ഞങ്ങളുടെ ഗോത്രത്തിലാണോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഒന്നും പ്രതികരിച്ചില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരെ വറഖത്ത് ബിൻ നൗഫലിനെ സമീപിച്ചു. എന്നിട്ട് ചോദിച്ചു, ഒരു പ്രവാചകൻ വരുന്നതിനെ സംബന്ധിച്ച് ഒരു രണ്ടാളും സംസാരിക്കുന്നത് കേട്ടു, എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? അദ്ദേഹം വേദഗ്രന്ഥം പഠിച്ച ആളാണ്, തൗറാത്ത് ഇഞ്ചീലൊക്കെ പഠിച്ച വേദ പണ്ഡിതനാണ് വറഖത്ത് ബിൻ നൗഫൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മകനെ, ഒരു പ്രവാചകന്റെ നിയോഗമനത്തിന്റെ കാലം അടുത്തിട്ടുണ്ട്. അദ്ദേഹം അറബികളിലെ മധ്യഗോത്രത്തിൽ നിന്നായിരിക്കും നിയോഗിക്കപ്പെടുക എന്നാണ് വേദഗ്രന്ഥങ്ങൾ പറയുന്നത് എന്ന് വറഖത്ത് ബിൻ നൗഫൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പ്രതികരിച്ചു. അദ്ദേഹം അത് മനസ്സിൽ വെച്ചു. ഇങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വഹി ലഭിച്ച കാര്യവും അള്ളാഹു നബിയായി തന്നെ നിയോഗിച്ച കാര്യവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. കേട്ട മാത്രമേ തന്നെ അദ്ദേഹം ജാഹിലിയത്തിന്റെ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് തന്റെ സമൂഹം എത്തിപ്പെട്ട വിഗ്രഹാരാധനയിലും അതേപോലെ തന്നെ അധർമ്മമൊക്കെ മനം മടുത്തിരിക്കുന്ന അവസ്ഥയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പെട്ടെന്ന് മുസ്ലിം ആവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പ്രബോധനത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ ഇസ്ലാമിനെ പറ്റി പറയുന്നത്, ഞാനൊരു മനുഷ്യനെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടില്ല ഇല്ലാ കാനത്ത് ലഹു കബുവ, അവരൊക്കെ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയാതെ. ആരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോഴും അവരുടെ മനസ്സിൽ പലതും സഞ്ചരിച്ചിരുന്നു, പലതും ഇങ്ങനെ വർക്ക് ചെയ്തിരുന്നു. ഈ പറയുന്നത് ശരിയാണോ? മുഹമ്മദ് പറയുന്നത് കളവായിരിക്കോ? വേറെ ആരെങ്കിലും കിട്ടിയില്ലേ? അദ്ദേഹത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് തുടങ്ങി ഒരുപാട് ചിന്തകളില്ലാത്ത ഒരാളും ഉണ്ടായിരുന്നില്ല. ഇല്ലാ മാ കാന മിൻ അബീബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഈ കാര്യം പറഞ്ഞതോടുകൂടി അദ്ദേഹം വിശ്വാസിയാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായി മാറുകയും ചെയ്തു. ഇതാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ആശ്ലേഷണവുമായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. മുസ്ലിം ആയതോടുകൂടി പിന്നെ അദ്ദേഹം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയാണ് എന്ന് പറഞ്ഞ് അവിടെ ചടഞ്ഞിരിക്കുകയല്ല ചെയ്തത്. നമ്മളിൽ പല ആളുകളും ചെയ്യുന്നത് പോലെ, ഇപ്പൊ ലോക മുസ്ലിങ്ങളിൽ ഭൂരിഭാഗത്തിന്റെയും അവസ്ഥ എത്തിപ്പെട്ടതുപോലെ. എന്ത്? നമ്മൾ മുസ്ലിങ്ങളാണ്, കഴിഞ്ഞു, നമ്മളുടെ ഇബാദത്തുകൾ പഠിക്കണം, ശരീഅത്തനുസരിച്ച് പരമാവധി ജീവിക്കണം എന്നതിനപ്പുറത്തേക്ക് താൻ വിശ്വസിച്ച ഈ ആദർശം, ഈ വിശ്വാസം എന്റെ സഹോദരന്മാർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം തന്നെ ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറ്റ സുഹൃത്തായ അബൂബക്കറിനോട് പറഞ്ഞതുപോലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്, സമ്പന്നന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ്, ഒരുപാട് സുഹൃത്തുക്കളുള്ള വലിയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരോട് ഈ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിലൂടെ ഇസ്ലാമിലേക്ക് ഒരുപാട് സഹാബിമാർ കടന്നു വന്നു. അത് ആരൊക്കെയെന്നറിയോ? ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 സഹാബിമാരുണ്ട്, അശറത്തുൽ മുബശ്ശിരീൻ. അതിലെ 6 വ്യക്തികളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദേഹത്തിലൂടെ കടന്നു വന്നതാണ്. ഒന്നാമതായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അബൂ ഉബൈദ അൽ ജറാഹ് അമീനു ഹാദിഹിൽ ഉമ്മ, തൽഹത്ത് ബിൻ ഉബൈദില്ല, സഅദ് ബിൻ അബി വക്കാസ്. ഇങ്ങനെയുള്ള 6 സഹാബിമാര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവര് മാത്രമല്ല, അർക്കം ബിൻ അബിൽ അർക്കം എന്ന് പറഞ്ഞ കുട്ടി, അതാരാണ്? അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് വഴിയെ കേൾക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ താമസിക്കാൻ പറ്റാതെ ഒളിച്ചിരുന്ന വീടാണ്. അവിടെ വെച്ചാണ് നൂറുകണക്കിന് സഹാബിമാര് പിന്നീട് മുസ്ലിമുകളായി മാറിയത്. നൂറുകണക്കിന് ഖുറൈശികൾ അല്ലെങ്കിൽ അറബികൾ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചത് ആ വീട്ടിൽ വെച്ചാണ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ മദ്രസയും പിന്നെ പാർലമെന്റും ഒക്കെ അതായിരുന്നു ആ വീട്. ആ വീട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസിയായ വ്യക്തിയാണ്. അതേപോലെ തന്നെ ഒരുപാട് അടിമകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനത്തിലൂടെ മുസ്ലിമായി മാറി.
ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ വിലക്ക് വാങ്ങി മോചിപ്പിച്ച് വിശ്വാസിയാക്കി മോചിപ്പിച്ച വ്യക്തിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ ആമിർ ബിൻ ഫുഹൈറ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വേറൊരു വേലക്കാരനായിരുന്നു, വൃത്യനായിരുന്നു. അതുപോലെ നിരവധി അടിമകളെ, 7 8 അടിമകളുടെ പേര് ചരിത്ര ഗ്രന്ഥങ്ങൾ സിയാർ അലാമുൻ നുബല പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ പറ്റും. ഇതൊക്കെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിന്റെ പ്രത്യേകത. നമ്മൾ പല ആളുകളും 10 60 വയസ്സ് വരെ ജീവിച്ചിട്ടും ജനിച്ചത് തന്നെ മുസ്ലിമായിട്ടാണ്. അങ്ങനെ തന്നെയാണല്ലോ. അതല്ലാതെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പിതാക്കൾ തന്നെ മുസ്ലിങ്ങളാണ്, എത്രയോ തലമുറകളായി മുസ്ലിങ്ങളായി ജീവിക്കുന്ന ആളാണ്. ആരോടെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഈ ചെയ്യുന്ന വിഗ്രഹാരാധനയും ബഹുദൈവാരാധനയും അതല്ലെങ്കിൽ മതനിഷേധവും മതനിരാസവും ഒന്നും ശരിയല്ല എന്നൊരിക്കലെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമ്മളിൽ മിക്ക ആളുകളും, മുസ്ലിം സമുദായത്തിലെ മിക്ക ആളുകളും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവർക്കൊക്കെ പല ന്യായങ്ങളും അതിനുണ്ടാവും. അതൊക്കെ എങ്ങനെ മതം മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ? അവരോട് എങ്ങനെയാ അത് പറയുക? അവർക്കത് ഇഷ്ടമുണ്ടാവില്ല. കൂട്ടുകാരുടെ ഇഷ്ടമൊക്കെ അങ്ങേയറ്റം പരിഗണിക്കുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെ പറയാതിരിക്കുന്നവരാണ്. പക്ഷേ ഖിയാമത്ത് നാളിൽ അങ്ങനെ ഒരു ഒഴികഴിവും അവർ നമ്മളോട് പറയില്ല. അവർ നമ്മളുടെ കഴുത്ത് തൂങ്ങും. എന്നിട്ട് പറയും, ഇതാ ഇന്ന വ്യക്തി, ഇന്ന അബ്ദുള്ള, ഇന്ന അബ്ദുറഹ്മാൻ, ഇന്ന മുഹമ്മദ്, ഇന്ന അബ്ദുൽ ഹമീദ്, ഇവരൊക്കെ എന്റെ കൂടെ റൂമിൽ താമസിച്ചവരായിരുന്നു. ഈ സത്യസന്ദേശം അവർ എന്നിൽ നിന്ന് പൂഴ്ത്തി വെച്ചു റബ്ബേ, അതുകൊണ്ട് നീ അവർക്ക് അതിനുള്ള ശിക്ഷ നൽകണേ എന്ന് അവർ നമ്മൾക്കെതിരെ സാക്ഷി പറയും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ മറ്റുള്ള സഹാബിമാരും ഈ രൂപത്തിൽ ഇസ്ലാമിലേക്ക് പ്രബോധനം നടത്തിയത്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ സഹാബിമാരുടെ ചരിത്രം, അവർ നടത്തിയ ധീര ത്യാഗങ്ങള്, അതൊക്കെ പറഞ്ഞ് കേട്ട് അങ്ങനെ ചെവിയിലൂടെ വിടാനല്ല ഇത് പഠിക്കുന്നത്. അതിന് പിന്നിലുള്ള ഉദ്ദേശം യഥാർത്ഥത്തിൽ അവരുടെ ത്യാഗവും അവരുടെ പ്രബോധനവും അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ആ രൂപത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ, അത് പറയാനും അത് കേൾക്കാനും വരിക എന്നുള്ളതാണ്. അവിടെ എത്തി മാറിയിരിക്കുകയാണ് ഇപ്പൊ അവസ്ഥ. ഏതായിരുന്നാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പ്രബോധനത്തിലൂടെ മുസ്ലിങ്ങളായ വ്യക്തികളെയാണ്, അവരുടെ പേരുകളാണ് നമ്മൾ കേൾക്കേണ്ടത്. അദ്ദേഹം പ്രബോധനം അവിടെ നിർത്തിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായ സമയത്ത് അറേബ്യയിലെ ധനാഢ്യനാണ്. സ്ഥിരപ്പെട്ട ചരിത്രത്തിൽ കാണാൻ പറ്റും. കാന മഅഹു 40,000 ദീനാർ, 40,000 സ്വർണ്ണ നാണയങ്ങളോട് കൂടിയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത്. അദ്ദേഹത്തിന്റെ മൂലധനത ഇന്നത്തെ കണക്ക് പ്രകാരം കൂട്ടുകയാണെങ്കിൽ മില്യോണിയറാണ്. മില്യണുകൾ ബാലൻസ് ഉള്ള വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള ധനാഢ്യൻ പിന്നെ ഖിലാഫത്ത് ഏറ്റെടുത്തു, ഇസ്ലാമിക പ്രബോധനം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 23 വർഷം ജീവിച്ചു. പിന്നീട് 2.5 വർഷം ഭരിച്ചു. എന്നിട്ട് വഫാത്തായി. ആ സമയത്ത് അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹ വിളിച്ചു പറയാൻ, ആയിഷ, ഇതാണ് എന്റെ അടുക്കലുള്ള നീക്കിയിരിപ്പ്. എന്താണ്? ഒരടിമ, ഒരു ഭൃത്യൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ സവാരി ചെയ്യാനോ യുദ്ധത്തിനോ ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള നവാദിഹകളിൽപ്പെട്ട ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. നവാദിഹ എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുവരാനും തേവാനൊക്കെ കൃഷിപ്പണിക്ക് ഉപയോഗിക്കുന്ന മറ്റേ അശക്തരായ ഒട്ടകങ്ങള്. അങ്ങനെയുള്ള ഒരു പെണ്ണൊട്ടകം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ. വേറെ ഒരു ദീനാറോ ഒരു ദിർഹമോ ഈ പറയുന്ന ധനാഢ്യൻ ബാക്കി വെക്കാതെയാണ് ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോയത്. എന്നിട്ട് അതെന്താ ചെയ്യേണ്ടത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വസിയത്ത്, ഇത് ബൈത്തുൽ മാലിൽ നിന്ന് കിട്ടിയതാണ്. ഖലീഫ എന്ന നിലയിൽ എന്നെ സേവിക്കാൻ വേണ്ടി ഒരു സെക്രട്ടറി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഭൃത്യനെ എനിക്ക് തന്നു. അതേപോലെ തന്നെ എനിക്ക് സഞ്ചരിക്കാൻ വേണ്ടി തന്ന ഒട്ടകാണിത്. ഇത് രണ്ടും ബൈത്തുൽ മാലിലേക്ക് ഉമറിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് വസിയത്ത് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സ്വത്തൊക്കെ പിന്നെ എന്ത് ചെയ്തു? നമ്മളിൽ പല ആളുകളും ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നെ പുതിയതായിട്ട് വിശ്വസിച്ചാണെങ്കിൽ എല്ലാവരും എന്നെ സഹായിക്കണം എന്ന ചിന്താഗതിയായിരിക്കും പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാവുക. അങ്ങനെയാണല്ലോ. ഇസ്ലാമിലേക്ക് വന്നു, ഇതുവരെ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല, മുസ്ലിം തന്നെയാണ്, കാനേശുമാരിയായിരുന്നു. ഇപ്പൊ നിസ്കാരം തുടങ്ങിയതിനു ശേഷം പനി പിടിച്ചു. എന്താ ഇപ്പൊ ദീനിലേക്ക് വന്നപ്പോ ഒരുപാട് പ്രയാസങ്ങള്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോഴേക്കും ഇസ്ലാമിന്റെ ഒരു അറ്റത്ത് വെച്ചിട്ടാണ് പല ആളുകളും ഇബാദത്ത് എടുക്കാറുള്ളത്. ആ സ്വഭാവക്കാരായിരിക്കും നമ്മളിൽ ഇന്ന് ജീവിക്കുന്നവരിൽ ഭൂരിഭാഗവും. ആ രൂപത്തിലുള്ള വിലയിരുത്തലായിരുന്നില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത്. അദ്ദേഹം ചെയ്ത സംഭാവനകൾ ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം നൽകിയത് വളരെ അദ്ദേഹത്തിന്റെ സ്വത്തും ശരീരവും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ഇറക്കിക്കൊണ്ട് ഒരിക്കൽ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് താബീങ്ങൾ ചോദിക്കുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുറൈശികളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ഏറ്റവും വലിയ പീഡനം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖദീജ റളിയല്ലാഹു അൻഹയുടെയും അബൂ താലിബിന്റെയും മരണശേഷം ഒരിക്കൽ കഅബയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്
എന്ന് പറയുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഓടി വന്നു. അദ്ദേഹത്തിന് അറിയാം ഇനി ഇവിടെ സംരക്ഷണം നൽകാൻ ആരുമില്ല. ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടിട്ടുണ്ട്. അബൂ താലിബായിരുന്നു ഏറ്റവും വലിയ സംരക്ഷകൻ. അവർ രണ്ടാളും മരണപ്പെട്ടിട്ടുണ്ട്. ഇനി മുഹമ്മദിനെ കൊല്ലാം എന്ന ധാരണയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഓടി വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം കൂട്ടിയിട്ട് കഴുത്തങ്ങോട്ട് അമർത്തി പിടിച്ചു, ശ്വാസം മുട്ടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉഖബയുടെ കയ്യിൽ കിടന്ന് പെടയാണ്. ഈ സംഗതി അടുത്തുണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ആളുകൾ വിവരറിയിച്ചു. അബൂബക്കർ ഓടി വന്നു. ഉഖബയുടെ ബാക്കിലൂടെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവൻ ചെയ്ത രൂപത്തിൽ അവന്റെയും കഴുത്ത് പിടിച്ചു, അവനെ അടിച്ചു. അപ്പൊ ഖുറൈശികളൊക്കെ കൂടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അടിക്കാൻ തുടങ്ങി. അദ്ദേഹം ചൊല്ലുന്നുണ്ടായിരുന്നു ആയത്ത്, ഫിറഔനിന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആയത്ത്. അല്ലാഹു പറഞ്ഞല്ലോ സൂറത്തു സാദിലോ മറ്റോ, വഖാല ഫിർഔനു ദറൂനി അഖ്തുലു മൂസ വൽയദ്ഉ റബ്ബഹ്. ഫിർഔൻ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ദഅവത്ത് തടയാൻ ഇനി മാർഗമില്ല എന്ന് നിരാശനായപ്പോ പിന്നെ കോപം കൊണ്ട് തുള്ളി. എന്നിട്ട് അവൻ പറയാൻ, എന്നെ വിട്ടേക്കൂ, ഞാൻ മൂസയെ കൊല്ലട്ടെ. ഇന്നി അഖാഫു അൻ യുബദ്ദല ദീനകും ഔ അൻ യുദ്ഹിറ ഫിൽ അർദിൽ ഫസാദ്. അവൻ നിങ്ങളുടെ ദീൻ മാറ്റുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. വലിയ ഗുണകാംക്ഷിയാണ് ഫിറഔൻ. ദീൻ പൊളിച്ചു കളയുമെന്ന് എനിക്ക് ഭയമുണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ മൂസയെ വിട്ടാൽ അവൻ നാട്ടിലെ കുഴപ്പമുണ്ടാക്കും, അതുകൊണ്ട് അവനെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് ഫിറഔൻ പുറപ്പെട്ടു. എന്നിട്ട് അവൻ പറയാണ്, വഖാല മൂസ. ഇത് കേട്ടപ്പോ, ഫിറഔനിന്റെ ഈ വാക്ക് കേട്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നി ഉഅ്തു ബി റബ്ബി വ റബ്ബികും മിൻ കുല്ലി മുതകബ്ബിരിൻ ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്. നിന്നെ പോലെയുള്ള എല്ലാ ധിക്കാരികളിൽ നിന്നും അഹങ്കാരികളിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു എന്ന് മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. ഈ തർക്കം നടക്കുമ്പോ, വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. ഫിർഔനിന്റെ കൂട്ടത്തിൽ വിശ്വാസിയാവുകയും വിശ്വാസം മറച്ചു വെക്കുകയും ചെയ്ത ഒരു വ്യക്തി ഓടി വന്ന് പറയുകയാണ് ഫിർഔനിനോട്, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. എന്റെ റബ്ബ് സർവ്വലോക രക്ഷിതാവായ രാജാതിരാജനായ റബ്ബാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുമെന്ന് പ്രഖ്യാപിക്കുകയോ എന്ന് പറഞ്ഞ ആയത്ത്, എന്ന് പറഞ്ഞ ആ സംഭവം അള്ളാഹു ഖുർആനിലൂടെ നമ്മളെ കേൾപ്പിച്ചിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സൂക്തമാണ് ഓതിയത്. എന്ത്? അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു രംഗം അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞ ഫിർഔന്റെ ഗോത്രത്തിലെ ആര് ഫിർഔനിൽപ്പെട്ട വ്യക്തിയുടെക്കാളും ശ്രേഷ്ഠനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം എന്താണ്? അള്ളാഹു അവിടെ പറയുന്നത്, വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു. വിശ്വാസം മറച്ചു വെച്ചുകൊണ്ടാണ് ആ വ്യക്തി പ്രഖ്യാപിച്ചത്, നിങ്ങൾ എന്തിനാണ് മൂസയെ കൊല്ലാൻ പോകുന്നത് എന്ന്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അപ്പോ ആലി ഫിർഔനിന്റെ ഗോത്രത്തിലെ ആ വ്യക്തിയേക്കാൾ ഏറ്റവും വലിയ ശ്രേഷ്ഠൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഉഖബയുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കലുണ്ടായിരുന്ന സമ്പത്ത് അദ്ദേഹം ചെലവഴിച്ചത്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിലാലിനെ ഉമയ്യത്ത് വല്ലാതെ പീഡിപ്പിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ റസൂലുള്ളാഹ്. അബൂബക്കർ ബിലാലിനെ കാണാൻ വേണ്ടി ചെന്നു. കാണുന്ന രംഗം എന്താണ്? ഉമയ്യത്ത് ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മക്കയുടെ തെരുവോരങ്ങളിലൂടെ വലിച്ചേക്കാൻ വേണ്ടി. ചൂടുള്ള സമയത്ത് മണലിലൂടെ വലിക്കുക, പാറക്കല്ല് നെഞ്ചിൽ കയറ്റി വെക്കുക. ആ സമയത്തൊക്കെ ബിലാൽ റളിയല്ലാഹു അൻഹു നമ്മുടെ ചരിത്രം വിശദമായി കേട്ടതാണ്. അദ്ദേഹം പറയുമായിരുന്നു, അഹദുൻ അഹദുൻ, അള്ളാഹു ആണ് ഏകൻ. അവനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇന്ന് പല ആളുകളും പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ അത് വിളിക്ക് ഇത് വിളിക്കുക എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇന്ന ലാത്തയെയും മുസ്സയൊക്കെ വിളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പീഡിപ്പിക്കല്. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അഹദുൻ അഹദുൻ, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടുകൊണ്ട് പറഞ്ഞു, അഹദുൻ യുൻജീക്, ആ ഏകൻ നിന്നെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. അബൂബക്കറിനോട് ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം ചെന്നപ്പോ ഉമയ്യത്ത് ബിലാലിനെ ഈ രൂപത്തിൽ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവനോട് ചോദിച്ചു, അതബിഉ ബിലാല, നിങ്ങൾ ബിലാലിനെ വിൽക്കണോ? ഉമയ്യത്ത് ദിവസങ്ങളായി ബിലാലിനോട് ഈ ഏർപ്പാട് തന്നെയാണ്, എല്ലാ രൂപത്തിലും ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമയ്യത്ത് മടുത്തിരിക്കുകയാണ്, ഒരു രക്ഷയില്ല, ഇവൻ ഇസ്ലാമിൽ നിന്ന് പിന്മാറൂല എന്ന ആ അവസ്ഥയിൽ എത്തിയ സമയത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. ഉടനെ ഉമയ്യത്ത് പറഞ്ഞു, ഒരു ഖൈറുമില്ല, ഒരു ഗുണമില്ലാത്ത അടിമയാണ്, വിൽക്കാം, ഞാൻ തയ്യാറാണ്. ചരിത്രത്തിൽ കാണുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്ത് വേണം? അപ്പൊ അവൻ
കൂടുതൽ കാശ് പറഞ്ഞു, 5 ഊക്കിയ. ബിലാലിനെ പോലെ ഒരു കാപ്പിരി അടിമക്ക് കിട്ടുക അവിടെ 1/2 ഊക്കിയാണ്. അങ്ങനെയാണ് പണ്ഡിതന്മാര് പറയുന്നത്. അപ്പൊ അബൂബക്കറിനെ പരിഹസിക്കാൻ വേണ്ടി 5 ഊക്കിയ എന്ന് പറഞ്ഞു എന്നാണ്. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കാശ് കൊടുത്തിട്ട് ബിലാലിനെ മോചിപ്പിച്ചു, സ്വതന്ത്രനാക്കി. ബിലാൽ റളിയല്ലാഹു അൻഹു മുമ്പേ മുസ്ലിമാണ്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കുകയും ചെയ്തു. ഇത് മക്കയിൽ ഈ സംഭവം വാർത്തയായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്ത ഒരു മണ്ടത്തരമായാണ് മക്കക്കാർക്കിടയിൽ അത് പ്രചരിപ്പിക്കപ്പെട്ടത്. അബൂബക്കറിന്റെ പിതാവ് അബൂ ഖുഹാഫ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്താണ് ഈ ചെയ്യുന്നത്? നിന്റെ കാശൊക്കെ ഇങ്ങനെ നശിപ്പിക്കുകയാണോ? നീ അടിമകളെ മോചിപ്പിക്കുന്നുവെങ്കിൽ സമൂഹത്തിൽ സ്ഥാനമാനമുള്ള ആരോഗ്യവും ത്രാണിയുള്ള ആരെങ്കിലും മോചിപ്പിച്ചൂടെ? ബിലാലിനെ പോലെയുള്ള പാവങ്ങളെ, സിന്നീറയെ പോലെ, നെഹ്ദിയയെ പോലെ, ആമിർ ബിൻ ഫുഹൈറയെ പോലെയുള്ള മിസ്കീന്മാരെ മോചിപ്പിച്ചിട്ട് എന്ത് കാര്യമാണ്? അവസാന കാലഘട്ടത്തിൽ നിനക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്ന തരത്തിൽ കഴിവും ശക്തിയുള്ള ആളുകളെ മോചിപ്പിച്ചുകൂടെ എന്ന് മകനെ ഉപദേശിക്കാൻ മക്കയിലെ ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ബിലാലിനെ അബൂബക്കർ മോചിപ്പിച്ചത് എന്തോ ഒരു കാരണമുണ്ട്. അബൂബക്കറിനെ ഏതോ ഒരു രംഗത്ത് ബിലാൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വിഷമവൃത്തിയിൽ നിന്ന് അബൂബക്കറിനെ രക്ഷപ്പെടുത്തിയ കാരണത്താലാണ് അബൂബക്കർ ഈ പ്രവർത്തനം ചെയ്യുന്നത്. മക്കയിലുള്ള ആളുകളുടെ ആക്ഷേപം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ പോയിട്ട് മക്കയിൽ എല്ലായിടത്തും ചെന്നിട്ട് എല്ലാ സദസ്സിലും ചെന്ന് ഞാൻ ബിലാലിനെ മോചിപ്പിച്ചത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വിശദീകരിച്ച് നടന്നിട്ടില്ല. ആ സ്വഭാവം ഒരു പ്രബോധനം ഉണ്ടാവാനും പാടില്ല. അബൂബക്കർ ഒന്നും മിണ്ടിയില്ല. പക്ഷേ മറുപടി 7 ആകാശത്തിന്റെ മുകളിൽ നിന്ന് അള്ളാഹു നൽകി. എന്താ പറഞ്ഞത്? ഇന്ന സഅയക്കും ലശത്താ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രയത്നങ്ങൾ വ്യത്യസ്തമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയാണ്, വസയുജന്നബുഹൽ അത്ഖാ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ ആ നരകത്തിൽ നിന്ന് മോചിതരാകും, അതിൽ നിന്ന് വിദൂരത്താകും. അല്ലദീ യുതീ മാലഹു യതസക്കാ, അവർ സമ്പത്ത് ചെലവഴിക്കുന്നത് വിശുദ്ധിക്ക് വേണ്ടിയാണ്. വമാ ലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ, ബിലാലിൽ എന്ന് മാത്രമല്ല അദ്ദേഹം ചെലവഴിച്ച ഒരു സമ്പത്തിനും ഒരാളിൽ നിന്നും എന്തെങ്കിലും ഒരു ഭംഗിവാക്ക്, ഒരു ശുക്ർ, ഒരു നന്ദി അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല എന്ന് അള്ളാഹുവാണ് മറുപടി നൽകുന്നത്. ഇതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കലുണ്ടാകും. ആളുകൾ പ്രശംസിച്ചാലും ഇല്ലെങ്കിലും, ആളുകൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യരായിരിക്കും. അള്ളാഹുവാണ് ഇവിടെ ഈ ആയത്തിലൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വേണ്ടി മറുപടി പറഞ്ഞത് എന്ന് നമ്മൾക്ക് ചരിത്രങ്ങളിലൂടെ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. മുഫസ്സിറുകളൊക്കെ ആ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു, എന്റെ അടുക്കൽ വിശ്വാസികളായി വന്ന സഹാബിമാരൊക്കെ ചെലവഴിച്ചതിന് തുല്യമായി ഞാൻ പ്രതിഫലം നൽകിയിട്ടുണ്ട്. പല സഹാബിമാരും ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിക്കുകയും അതേപോലെ തന്നെ സമ്പത്ത് പ്രയാസമുള്ള സമയങ്ങളിൽ ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഇല്ല വഖദ് കാഫന, അവർക്ക് എന്തെങ്കിലും ഇസ്ലാമിന് ഒരു സ്ഥാനം നൽകിയോ അല്ലെങ്കിൽ പ്രത്യുപകാരമായി എന്തെങ്കിലും ഞാൻ നൽകിയിട്ടുണ്ട്. ഇല്ല അബൂബക്കർ, അബൂബക്കറിന് മാത്രം നൽകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഫഇന്നഹു യുകാഫിഹു റബ്ബുഹു യൗമൽ ഖിയാമ, അബൂബക്കറിനുള്ള പ്രതിഫലം റബ്ബ് തന്റെ ഖിയാമത്ത് നാളിൽ നൽകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു. അവിടുന്ന് പറഞ്ഞു, മാനഫാനി മാല അബീബക്കർ, അബൂബക്കറിന്റെ സ്വത്ത് പോലെ ഒരാളുടെ സ്വത്തും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. വിശ്വസിക്കുമ്പോൾ 40,000 സ്വർണ്ണ നാണയവുമായി വിശ്വാസിയായിട്ട് മരണപ്പെടുന്ന രംഗത്ത് നമ്മൾ കേട്ടു. അദ്ദേഹത്തിന്റെ കയ്യിലൊന്നും ബാലൻസ് ഉണ്ടായിരുന്നില്ല. ഹിജറ പോകുന്ന രംഗത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വെറും 5,000 ദിർഹം, 5000 ദിർഹം മാത്രമാണ്. അതും എടുത്തുകൊണ്ടാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹിജറയിലേക്ക് പുറപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അദ്ദേഹത്തിനോട് പറഞ്ഞു, സഹാബികളോടൊക്കെ പറഞ്ഞതാണ്, ഇസ്ലാമിന്റെ പല ശരീഅത്തിലെ ഫളായിലുകളും വിശദീകരിക്കുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മൻ അൻഫഖ സൗജൈനി ദഖലൽ ജന്ന, ആരെങ്കിലും ഒരു സ്വത്ത് 2 പ്രാവശ്യം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അവന് സ്വർഗമുണ്ട്. പണ്ഡിതന്മാർ അതിന്റെ ശറഹിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ ഉദ്ദേശം? മൻ അൻഫഖ സൗജൈനി എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള 2 സ്വത്ത്, അതായത് ഒരു വീട് ഇസ്ലാമിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, ഇനിയൊരു വീടുണ്ടായാൽ അതും ഇസ്ലാമിന് വേണ്ടി തന്നെ കൊടുക്കുക. ആ രൂപത്തിൽ ത്യാഗം ചെയ്യാൻ സന്നദ്ധതയുള്ള ആളുകൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശമെന്ന് ശറഹ് ചെയ്തതായി കാണാൻ പറ്റും ഉലമാക്കള്. അവർ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും ചെലവഴിച്ചാൽ നൂദിയമിൻ അബ്വാബിൽ ജന്നത്തി സമാനിയ, സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെയും അയാൾക്ക് പ്രവേശിക്കാം. അയാള് ഏത് വാതിലൂടെ അയാൾക്ക് പ്രവേശിക്കാം, ആ വാതിലുകളിലൂടെയൊക്കെ അദ്ദേഹത്തിനെ വിളിക്കപ്പെടും. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം റസൂലുള്ളാഹി വിശദീകരിക്കുന്നുണ്ട്. സലാത്തിന്റെ ആളുകളാണെങ്കിൽ അതിലൂടെ പ്രവേശിക്കാം, നിസ്കാരത്തിന്റെ ആളുകളാണെങ്കിൽ അതിലൂടെ വിളിക്കും.
ആ രണ്ട് ഹദീസ് തമ്മിൽ വൈരുദ്ധ്യമല്ല, അത് ഒന്ന് തന്നെയാണ്. അയാളെ ഒരു വാതിലിലൂടെ ഒരു മനുഷ്യന് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഏത് കാര്യമാണ് കൂടുതൽ ചെയ്തത് അതിലൂടെ ആയിരിക്കും അയാൾ വിളിക്കപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ഈ 8 വാതിലൂടെയും വിളിച്ചിട്ടില്ലെങ്കിൽ വല്ല പ്രയാസമുണ്ടോ, അല്ലെങ്കിൽ വിളിച്ചാലും വല്ല പ്രയാസം ഉണ്ടായിരിക്കുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, നിങ്ങൾ ആ 8 വാതിലിലൂടെയും വിളിക്കപ്പെടുന്ന വ്യക്തിയാണ് എന്ന് റസൂൽ പറയുകയുണ്ടായി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി സ്വർഗം സ്വപ്നത്തിൽ ദർശിച്ചു, എന്റെ ഉമ്മത്ത് സ്വർഗത്തിൽ പോകുന്നത് ഞാൻ നോക്കിക്കണ്ടു. അപ്പൊ അബൂബക്കറിന്റെ ചോദ്യം, അള്ളാഹുവിന്റെ ദൂതരെ, ആ സ്വപ്നത്തിൽ എന്റെയും കൂടി കൂട്ടിക്കൂടായിരുന്നോ? എനിക്കും അത് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ആ കൂട്ടത്തിൽ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിച്ചത് അൻതയാ അബൂബക്കർ, എന്റെ ഉമ്മത്തിൽ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിച്ചത് താങ്കളായിരുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുകയുണ്ടായി. ഈ രൂപത്തിലൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കുകയും കയ്യിലുള്ള സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഫണ്ട് പ്രഖ്യാപിച്ചു. ഏതോ ഒരു പ്രയാസം പിടിച്ച സമയത്ത് യുദ്ധരംഗത്തോ അതല്ലെങ്കിൽ മറ്റെന്തോ കാര്യത്തിന് വേണ്ടി ഒരു വലിയ ഫണ്ട് ശേഖരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, സാധാരണയായി എത്ര വലിയ സംഭാവന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചാലും എന്നെ എപ്പോഴും മറികടക്കുന്ന വ്യക്തിയാണ് അബൂബക്കർ. ഈ സമയത്താകട്ടെ അബൂബക്കറിന്റെ കയ്യിൽ ഒന്നുമില്ല, വളരെ പ്രയാസത്തിലാണ് അദ്ദേഹം ഉള്ളത്. എന്റെ കയ്യിൽ അത്യാവശ്യം സാമ്പത്തികമായി ഞാനിപ്പോ തരക്കേടില്ലാത്തൊരവസ്ഥയിലാണ്, അതുകൊണ്ട് ഇന്ന് ഞാൻ അബൂബക്കറിനെ മറികടക്കും. അദ്ദേഹം മനസ്സിലത് പറഞ്ഞു. എന്നിട്ട് നേരെ വീട്ടിൽ ചെന്നു, അദ്ദേഹത്തിന്റെ സ്വത്ത് 2ആയി ഭാഗിച്ചു, പകുതിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലെത്തി. റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. ഏറ്റവും കൂടുതൽ സ്വത്ത് കൊണ്ടുവന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ട്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, മാദാ അബ്കൈത ലി അഹ്ലിക, എന്താണ് വീട്ടിൽ ബാക്കിയുള്ളത്? ഇത്ര വലിയ സ്വത്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ അവർക്ക് മിസ്ലഹ, ഇതേപോലെ അവർക്ക് ഞാൻ വീട്ടിൽ പകുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്പം എന്തോ കുറച്ച് സാധനങ്ങളുമായി വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ചു. റസൂലുള്ളാഹിന്റെ ചോദ്യം, മാദാ അബ്കൈത ലി അഹ്ലിക, എന്താണ് വീട്ടിലുള്ളത്? അദ്ദേഹത്തിന്റെ മറുപടി, അബ്കൈതു ലഹുമുല്ലാഹ വ റസൂലുഹു, വീട്ടില് അള്ളാഹുവും അവന്റെ റസൂലിലുമുള്ള വിശ്വാസം മാത്രമേ ബാക്കിയുള്ളൂ, വേറൊന്നുമില്ല. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി നിങ്ങളോട് മത്സരത്തിന് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നിങ്ങളോട് മത്സരിക്കുകയില്ല. ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുഴുവൻ സ്വത്തും നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചെലവഴിക്കുന്ന ആളുകളുടെ അവസ്ഥ അനുസരിച്ചാണ് റുബ്ബ ദിർഹമിൻ, എത്രയെത്ര ഒരു ദിർഹമാണ് ആ ലക്ഷക്കണക്കിന് ദിർഹമുകളെക്കാൾ മറികടക്കുന്നത് എന്ന് അറബികൾ പറയാറുണ്ട്. കാരണം എന്താണ്? ഒരു ദിർഹം ചെലവഴിച്ച ആളെടുത്ത് ആകെ 10 ദിർഹമേ ഉള്ളൂ, അല്ലെങ്കിൽ 10 റിയാലേ ഉള്ളൂ, 10 രൂപയേ ഉള്ളൂ. ഒരു ലക്ഷപ്രഭു 10,000 രൂപ കൊടുത്താൽ വലിയൊരു തുകയല്ല അയാളെ സംബന്ധിച്ചിടത്തോളം. നേരെ മറിച്ച് ദൈനംദിനം ജീവിതത്തിന്, നിത്യജീവിതത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ഒരാള് ആകെ വരുമാനമുള്ളത് 100 രൂപയാണെങ്കിൽ അതിൽ നിന്ന് 50 രൂപ കൊടുത്താൽ ഈ 10,000-ലേറെ ശ്രേഷ്ഠത എന്തിനാണ്? ആ 50-നാണ്. ഈ കാര്യമാണ് നമ്മൾക്ക് ഈ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇസ്ലാം ആശ്ലേഷണത്തിന് ശേഷം ദീനിനു വേണ്ടി നടത്തിയ ചെലവഴിക്കലും ത്യാഗങ്ങളും ഒക്കെ നമ്മൾക്ക് ചരിത്രത്തിൽ ഈ രൂപത്തിൽ വായിക്കാൻ പറ്റും. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും നമ്മൾക്ക് ചില കാര്യങ്ങൾ നിർബന്ധമായും പരാമർശിക്കപ്പെടേണ്ടതാണ്. അതല്ലാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചരിത്രം പൂർത്തിയാവില്ലല്ലോ. അബൂബക്കറിന്റെ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറ തന്നെ ശരിയായ രൂപത്തിൽ പഠിക്കണമെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിക്കാതെ സാധ്യമല്ല. റസൂലിന്റെ സീറ പഠിക്കാൻ വിചാരിക്കുന്ന ഒരാൾക്ക് അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പഠിക്കാതെ അത് പൂർത്തിയാവില്ല. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രവുമായി ജീവിതവുമായി ഒട്ടിച്ചേർന്നിരിക്കുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ കുടുംബവും അങ്ങനെ തന്നെയാണ്. ഹിജറ പുറപ്പെടുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോകാൻ പറഞ്ഞു സഹാബിമാരോടൊക്കെ, മദീനയിലേക്കുള്ള ഹിജറ. ഓരോ സഹാബിമാരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് രഹസ്യമായാണ് ഒളിച്ചോടുകയാണ് ചെയ്തത്. ചരിത്രത്തിൽ പറയുന്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് പരസ്യമായി ഹിജറ പോയ വ്യക്തി. ഏതായിരുന്നാലും എല്ലാ ആളുകളും പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാൻ ഹിജറ പുറപ്പെടട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, സമയമായിട്ടില്ല, നിങ്ങൾക്കൊരു പക്ഷേ കൂട്ടുകാരനെ കിട്ടിയേക്കാം. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലൊരു തോന്നൽ, ഈ കൂട്ടുകാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആയിരിക്കുമോ? അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നട്ടുച്ച നേരത്ത് അബൂബക്കറിന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, വീട്ടിലുള്ള ആളുകളോട് പുറത്തേക്ക് മാറാൻ പറയൂ,
അബൂബക്കറിന്റെ മറുപടി, അവര് നിങ്ങളുടെ വീട്ടുകാർ തന്നെയാണ്. ആയിഷയും അസ്മയും എന്റെ കുടുംബങ്ങളുമാണ്, നിങ്ങളുടെ ബന്ധുക്കളുമാണ്, അള്ളാഹുവിന്റെ ദൂതരെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ഹിജ്റക്ക് പെർമിഷൻ ലഭിച്ചിട്ടുണ്ട്, അനുവാദം ലഭിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉടൻ തന്നെ അബൂബക്കർ ആദ്യം തന്നെ സൂചന ലഭിച്ച സമയത്ത് തന്നെ 2 നല്ല ഒട്ടകങ്ങളെ ഒരുക്കി നിർത്തിയിരുന്നു. ആ ഒട്ടകങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു. റസൂൽ പറഞ്ഞു, ഇതിന്റെ പണം നിങ്ങൾക്ക് പിന്നീട് നൽകും. ആ ഒരു കുടുങ്ങിയ വേളയിൽ പോലും ഒരു സംഭാവനയോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഔദാര്യമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ല. റസൂൽ പറയാണ്, കടമായാണ് മേടിക്കുന്നത്, സമ്പത്തുണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് തരാം എന്ന് അബൂബക്കറിനോട് പറഞ്ഞു. അങ്ങനെ പിന്നീടുള്ള ചരിത്രമൊക്കെ നമ്മൾ കേട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സൗർ ഗുഹയിലേക്ക് പുറപ്പെട്ടു. ആ സമയത്താണ് അവർക്കുള്ള പാതയം, വീട്ടിലുള്ള അല്പം ഭക്ഷണ സാധനങ്ങൾ കെട്ടിക്കൊടുക്കാൻ പിന്നെ നൂലില്ലാത്തത് കൊണ്ടാണ് അസ്മാ റളിയല്ലാഹു അൻഹ കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ വസ്ത്രം തന്നെ കീറിയിട്ട് അതിന് കയറുണ്ടാക്കി പിന്നെ അവരുടെ കയ്യിൽ പൊതിഞ്ഞു കൊടുത്തേൽപ്പിച്ചത്. അദ്ദേഹത്തിന്റെ മറ്റൊരു മകൻ, അതായത് മൂത്ത മകൻ അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ, അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരുന്നു ഓരോ ദിവസവും പകലിൽ ഖുറൈശികൾക്കിടയിലൂടെ നടക്കുക, രാത്രിയായാൽ സൗർ ഗുഹയിലേക്ക് വരിക, എന്തൊക്കെയാണ് മക്കയിൽ നടക്കുന്ന ചർച്ചകൾ എന്ന് എത്തിച്ചു കൊടുക്കുക. ആ ജോലിയായിരുന്നു അബ്ദുള്ളക്ക് ഉണ്ടായിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭൃത്യനായിരുന്നു ആമിർ ബിൻ ഫുഹൈറ, അദ്ദേഹം വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ സൗർ ഗുഹയിൽ ഉണ്ടാകും, നീ വൈകുന്നേരമാകുമ്പോൾ അതിലൂടെ വരിക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുള്ള നടന്ന വഴി മായ്ക്കാനും അതേപോലെ തന്നെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അബൂബക്കർ സിദ്ദീഖിനും പാല് കുടിക്കാൻ ഈ ആടിന്റെ പാല് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അതിലൂടെ വൈകുന്നേരം ആടുകളെ തെളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത്. ആ രൂപത്തിൽ കുടുംബം മുഴുവൻ ഹിജ്റയിൽ പങ്കാളികളാണ്. അദ്ദേഹത്തിന്റെ സ്വത്തും സമ്പത്തും മക്കളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കറും മക്കയിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം അറിഞ്ഞ ഖുറൈശികള് കോപം കൊണ്ട് ബറക്കാൻ തുടങ്ങി. അവര് ഇനാം പ്രഖ്യാപിച്ചു. 4 ഭാഗത്തേക്കും ആളുകൾ ഓടുകയാണ്. അബൂബക്കറിന്റെ വീട്ടിലേക്ക് എത്തി. അബൂജഹലാണ് അബൂബക്കറിന്റെ വീട്ടിലേക്ക് വന്നത്. വീടിന്റെ വാതിലിൽ കൊട്ടി. വാതിൽ തുറന്നത് അസ്മാ റളിയല്ലാഹു അൻഹയാണ്. അവരോട് ചോദിച്ചു, എവിടെ പോയി നിന്റെ വാപ്പ? അവർ പറഞ്ഞു, എനിക്കറിയില്ല. നിനക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹൽ അസ്മാ റളിയല്ലാഹു അൻഹുവിന്റെ കാതിന് ചെവിക്കൊരു പ്രഹരം, ഒരു ഇടി, അവരുടെ കമ്മലും ചെവിയും കൂടി പറിച്ചു പോയി എന്നാണ്. കമ്മല് തൂക്കിയ ഭാഗവും ഒരു കഷ്ണം ആ ഇടിയിൽ തെറിച്ചു പോയി എന്നാണ്. അങ്ങനെയുള്ള ക്രൂരനായിരുന്നു അബൂജഹൽ. നമുക്കറിയാലോ, ഫിറഔൻ ഹാദിഹിൽ ഉമ്മ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. ആ സമയത്തുണ്ടായ സംഭവങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടതാണ്. ആദ്യം ഗുഹയിലേക്ക് പ്രവേശിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. കാരണം ഗുഹയിൽ ജന്തുക്കളോ രാത്രിയിലാണ് അങ്ങോട്ട് പ്രവേശിക്കുന്നത്, ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അബൂബക്കർ പറയാണ്, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങളവിടക്കു, ഞാൻ ആ ഗുഹയിൽ ആദ്യം പ്രവേശിക്കട്ടെ, എന്നിട്ട് അതിലുള്ള ചെറിയ പൊത്തുകളും അതേപോലെ തന്നെ മാളങ്ങള്, ഈ പാമ്പും മറ്റുമൊക്കെ വരാൻ സാധ്യതയുള്ള മാളങ്ങള് തുണികൾ കൊണ്ടും മറ്റുകൊണ്ടൊക്കെ അടച്ചുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നത്. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ഒരു മാളം മാത്രം അടയ്ക്കാനുള്ള തുണി ലഭിച്ചില്ല. അദ്ദേഹം കാല് അവിടെ വെച്ച് വിരല് ആ മാളത്തിൽ വെച്ച് അടച്ചു പിടിച്ചുകൊണ്ടാണ് അവിടെ ഇരുന്നത്. ആ മാളത്തിൽ നിന്ന് തന്നെ പാമ്പ് വന്ന് അദ്ദേഹത്തിന്റെ കാലിൽ കടിച്ചു. അബൂബക്കറിന്റെ കണ്ണിൽ നിന്ന് വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖത്തേക്ക് മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. ഉറ്റി വീഴുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഞെട്ടി ഉണരുകയും ചെയ്തു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. റസൂലുള്ളാഹി തുപ്പുനീര് എടുത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആ വിഷം ബാധിച്ച ഭാഗത്ത് വെക്കുകയും ഉടൻ തന്നെ ശിഫയാവുകയും ചെയ്തു. ഇപ്പോ അതിനെ സംബന്ധിച്ചൊരു സംഭവം പ്രചരിക്കുന്നുണ്ട്. ഒരു കപ്പലില് പിന്നെ വന്നിരുന്നു എന്നാണ്. ചരിത്രത്തിൽ, സ്ഥിരപ്പെട്ട ചരിത്രത്തിലൊന്നുമില്ല, ചില ചരിത്രകാരന്മാരത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സഹിയായ ഒരു റിപ്പോർട്ടിലും അത് കാണാൻ പറ്റില്ല. മറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ഖുറൈശികളുടെ കണ്ണിൽ നിന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കറിനെയും കാണാത്ത രൂപത്തിൽ, നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ അള്ളാഹു അവരെ സഹായിച്ചു, രക്ഷപ്പെടുത്തി. ഗുഹയിൽ നിന്ന് അവർ പുറത്തിറങ്ങി 3 ദിവസത്തിന് ശേഷം. എന്നിട്ട് പോവാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ നടക്കുന്ന വേളയിൽ അല്പനേരം മുന്നിൽ നടക്കും, പിന്നെ കുറെ സമയം ഇടതുഭാഗത്ത്, പിന്നെ വലതുഭാഗത്ത്, പിന്നെ മുന്നിൽ ഇങ്ങനെ മാറി തിരിഞ്ഞു നടക്കുകയാണ്, ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അബൂബക്കർ നിങ്ങൾക്ക് വെപ്രാളം? അദ്ദേഹം പറയാണ്, ആരെങ്കിലും വന്നാൽ അവരെന്നെ കൊന്നോട്ടെ, അള്ളാഹുവിന്റെ റസൂലിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഈ സ്നേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്ദി പറയുകയും ചെയ്തു. ഇതൊക്കെയാണ് ഹിജ്റയുമായി ബന്ധപ്പെട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ. അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ മുഴുവനായി തന്നെ ആ ഹിജ്റയിൽ പങ്കാളികളായി എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനത്തിന്റെ ആദ്യകാലത്ത്
ഹിജ്റയുടെ ഒരുപാട് മുമ്പ് അബൂബക്കർ റളിയല്ലാഹു അൻഹു മുസ്ലിമായി, അദ്ദേഹത്തിലൂടെയും ഏതാനും ആളുകൾ മുസ്ലിമായി. അപ്പൊ അദ്ദേഹത്തിന് വല്ലാത്തൊരാഗ്രഹം, റസൂലെ എത്ര കാലമാണ് നമ്മൾ ഇതിങ്ങനെ രഹസ്യമായി പറഞ്ഞു നടക്കുക, ഇതൊന്നും കഅബയുടെ മുന്നിൽ പോയിട്ട് പരസ്യമായി പ്രഖ്യാപിച്ചൂടെ നമ്മൾക്ക്? റസൂൽ പറഞ്ഞു, ഇന്നാ ഖലീൽ, അബൂബക്കറെ നമ്മൾ ഏതാനും പേര് മാത്രമാണുള്ളത്, 10-30 ആളുകളാണ് മുസ്ലിമായിട്ടുള്ളത്. ആ മുസ്ലിമായ ആളുകൾ ഭൂരിഭാഗവും അബൂബക്കറിന്റെ കൂട്ടുകാരുമാണ്, അബൂബക്കറിലൂടെ മുസ്ലിമായ ആളുകളുമാണ്. പക്ഷെ അബൂബക്കറിന് വല്ലാത്തൊരാഗ്രഹം ഇത് കഅബിന്റെ അടുത്ത് പോയിട്ടൊന്ന് പ്രഖ്യാപിക്കാൻ. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി വിശ്വാസികളായ എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട്, അന്നൊരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല മക്കയില്, ഒന്നാമത്തെ പ്രശ്നം ആരംഭിക്കുകയാണ്. അബൂബക്കർ അവിടെ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാൻ. ഉടനെ ഖുറൈശികൾ എല്ലാവരും കൂടി അവരെ മുഴുവൻ ആളുകളെയും മർദ്ദിക്കാൻ തുടങ്ങി. സഹായിമാരെ മുഴുവൻ അടിച്ച് ചമ്മന്തിയാക്കി, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രഹരിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഉത്ബത്ത് ബിൻ റബീഅ അടിച്ചു വീഴ്ത്തി. അവൻ ധരിച്ചിരുന്ന, നമ്മൾ മെതേടി എന്ന് പറയാറില്ലേ, മരത്തിന്റെ ചെരുപ്പാണല്ലോ വന്നുണ്ടാവുക, അതെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം അടിച്ച് അത് വീർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തലയും മുഖവും ഒരേ രൂപത്തിലായിരുന്നു എന്നാണ്. വീർത്തിട്ട് കണ്ണ് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ പ്രഹരിച്ചു. അദ്ദേഹം ബോധശേനായി വീണു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ബനൂ തൈം ഗോത്രക്കാർ വന്നു. അവരവിടെ വെച്ച് പ്രഖ്യാപിച്ചു, ഈ മർദ്ദനത്തിൽ അബൂബക്കർ കൊല്ലപ്പെട്ടാൽ ഞങ്ങൾ ഉത്ബയെ വധിക്കുക തന്നെ ചെയ്യും, പകരം ചോദിക്കും എന്ന്. അവർ ജാഹിലിയത്തിന്റെ വിശ്വാസികളായതുകൊണ്ടല്ല, അവര് അവരുടെ കബീലയ്ക്ക് വേണ്ടി സംസാരിക്കാൻ അങ്ങനെ പ്രഖ്യാപിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ കുടുംബക്കാരെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി. വൈകുന്നേരമായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ബോധം വീണു. ബോധം തെളിഞ്ഞ സമയത്ത് അദ്ദേഹം ചോദിക്കുന്നത്, എന്ത് പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്? അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മുസ്ലിമായിട്ടില്ല, ഉപ്പ മുസ്ലിമായിട്ടില്ല. വീട്ടിൽ നിന്ന് ചോദിക്കുകയാണ്, എന്താണ് റസൂലുള്ളാഹിക്ക് പറ്റിയത്? അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഉമ്മു ജമീൽ ബിൻത് ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സഹോദരി ഉമ്മു ജലീൽ ഫാത്തിമ ബിൻതുൽ ഖത്താബ്, അവരുടെ വിളിപ്പേരായിരുന്നു ഉമ്മു ജമീൽ. അവരോട് ചോദിക്കുക, അവർക്കറിയാം. ഉടനെ അബൂബക്കറിന്റെ ഉമ്മ, എന്താ പേര്? സൽമ ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ, പിന്നീട് മുസ്ലിമായ വ്യക്തിയാണ്. ഈ സമയത്തിന്റെ അതിന്റെ അവസാനത്തില് അവര് പോയിട്ട് ഉമ്മു ജമീലിനെ വിളിച്ചുകൊണ്ട് വന്നു. അവരോട് ചോദിച്ചു, എന്താണ് റസൂലിന് പറ്റിയത്? അപ്പൊ അവർ ചോദിച്ചു, ഏത് റസൂല്? എന്ത് റസൂല്? അവര് മുസ്ലിമായ കാര്യം അവരോട് ആരോടും പറഞ്ഞിട്ടില്ല, രഹസ്യമാക്കി വെച്ചതാണ്. ഇപ്പൊ ഉമ്മ പോയി ചോദിക്കാനുള്ള കാരണം അബൂബക്കറിന്റെ ഈ വാർത്ത സംസാരം കേട്ടിട്ടാണ്. അപ്പൊ അവര് പറഞ്ഞു, എനിക്ക് അവരൊന്നും പരിചയമില്ല, പക്ഷെ നിങ്ങളുടെ മകന് ഇങ്ങനെ അസുഖം വന്നിട്ടുണ്ട് എന്ന് കേട്ടു, പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് അറിയുന്നു, ഞാൻ അവരെ സന്ദർശിക്കാൻ വരട്ടെ നിങ്ങളുടെ കൂടെ. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് വന്നു ഈ ഫാത്തിമ ബിൻതുൽ ഖത്താബ് ഉമ്മു ജമീൽ. വന്നപ്പോ തന്നെ അവരുടെ ചോദ്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, എന്ത് പറ്റി റസൂലുള്ളാഹിക്ക്? അപ്പൊ അവർ കണ്ണുകൊണ്ട് കാണിച്ചു, ഉമ്മ കേൾക്കൂലേ നിങ്ങളുടെ ഈ ചോദ്യം? പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ആവേശം കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഉമ്മ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, റസൂലിന് എന്ത് പറ്റി? അപ്പൊ അവര് പറഞ്ഞു, അർക്കമിന്റെ വീട്ടിലുണ്ട്. അന്നു മുതലാണ് അർക്കമിന്റെ വീട്ടിലേക്ക് അവർ പ്രബോധനം മാറ്റിയത്. അർക്കം അദ്ദേഹത്തിന്റെ വലിയ അത്ഭുതമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ആ സമയത്ത് 15 വയസ്സാണ്. നമ്മൾ വിചാരിച്ചതുപോലെ ഇങ്ങനെ ഒളിച്ചു പാർപ്പിക്കാൻ മാത്രം വലിയൊരു വീടോ അതിനുള്ള പ്രായമൊന്നും എത്തിയിട്ടില്ല. ചെറിയൊരു കുട്ടിയാണ്. പിന്നെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? ആരും ശ്രദ്ധിക്കൂല. ചെറിയൊരു കുട്ടിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സായിമാര് ഒളിച്ചു കഴിയുന്നത്. അതേപോലെ തന്നെ കഅബയുടെ അടുത്ത് സഫയുടെ അടുത്തായിരുന്നു അവരുടെ വീടുണ്ടായിരുന്നത്. ഇന്നും നമുക്കറിയാലോ, സഫ അവിടെ നശിപ്പിക്കപ്പെടില്ലല്ലോ, ഈ ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മത്തിന്റെ ഭാഗമായതുകൊണ്ട്. അതിനടുത്തായിരുന്നു പിന്നെ അർക്കമിന്റെ വീടുണ്ടായിരുന്നത്. അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയുടെ ഇരുട്ടിൽ, രാത്രിയായപ്പോ അബൂബക്കറിനെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഉമ്മു ജമീലും അബൂബക്കറിന്റെ ഉമ്മയും കൂടി രണ്ടാളുടെയും തോളിൽ പിടിച്ചിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കാലുകൾ വേച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിലേക്ക് എത്തിയത്. റസൂലിനെ കണ്ടപ്പോഴേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ച് കരയാൻ. അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾക്ക് എന്ത് പറ്റി? മുഖം അടിച്ചിട്ട് വീർത്തിരിക്കാൻ. അദ്ദേഹത്തിനാണ് പരിക്ക് മുഴുവൻ പറ്റിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. അബൂബക്കറിന്റെ ആ രംഗം കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമിക്കാൻ. അപ്പൊ അബൂബക്കറിന്റെ മറുപടി, അള്ളാഹുവിന്റെ ദൂതരെ, എനിക്കൊരു പ്രയാസമില്ല, എന്റെ മുഖം അല്പം തടിച്ചിട്ടുണ്ടെന്ന് മാത്രം, എനിക്കൊരു വേദനയില്ല എന്ന് പറയുകയും അവിടെ അവർ താമസിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി പറഞ്ഞു, ഇതാണ് എന്റെ ഉമ്മ, അള്ളാഹുവിന്റെ ദൂതരെ, എന്റെ ഉമ്മ ഹിദായത്തിലാവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. ആ സമയത്ത് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മുസ്ലിം ആവുകയും ചെയ്തു. ജീവിതത്തിൽ ഇസ്ലാം സ്വീകരിച്ച അന്ന് മുതൽ പ്രബോധനാണ്, ദീനിനു വേണ്ടിയുള്ള അധ്വാനം, അതിനുവേണ്ടിയുള്ള ജിഹാദ്, അതിനുവേണ്ടി സാമ്പത്തികമായും ശാരീരികമായും
അബൂബക്കർ റളിയല്ലാഹു അൻഹു കഷ്ടപ്പെട്ടതുപോലെ ഒരു സഹാബിയും കഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോ നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ പ്രഭാഷണങ്ങളിലൂടെയും അതേപോലെ തന്നെ ചരിത്രത്തിന്റെ നിരൂപണങ്ങളിലൂടെയൊക്കെ അതൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇത്തരം സംഗതികൾ പലപ്പോഴും അറിയാതെ പോകുന്നത് കൊണ്ടാണ് അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കൊച്ചാക്കി കാണിക്കുന്നത്. ബക്കർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസനി റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, അബൂബക്കർ നിങ്ങളെക്കാൾ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടോ നോമ്പ് നോറ്റുകൊണ്ടോ നമസ്കരിച്ചത് കൊണ്ടോ ആയിരുന്നില്ല മുന്നേറിയത്, മറിച്ച് മനസ്സിൽ അടിയുറച്ച ഈമാൻ കൊണ്ടായിരുന്നു എന്ന് പറയാറുണ്ടായിരുന്നു. അത് ഹദീസായി ഒരാൾ പറയുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സ്ഥിരപ്പെട്ടതല്ല. ബക്കർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസനി എന്ന താബീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ താബികളിൽപ്പെട്ട ഒരു മഹാപണ്ഡിതനായിരുന്നു ആ കാര്യം പറഞ്ഞിരുന്നത്. ഈ രൂപത്തിലൊക്കെ ഇസ്ലാമിന് വേണ്ടി അങ്ങേയറ്റം ത്യാഗം സഹിക്കുകയും ഏതൊക്കെ രൂപത്തിൽ ഒരാൾക്ക് വജാഹിദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മം സമരം ചെയ്യാന്ന് പറഞ്ഞല്ലോ, അവിടെ പറഞ്ഞെടുത്തൊക്കെ പല സ്ഥലങ്ങളിലും പറഞ്ഞത് ബി അംഫുസിക്കും വ അംവാലിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് അത് പൂർണ്ണമായി ചെലവഴിച്ച വ്യക്തിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്കറിയാൻ പറ്റും. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ സഹിഹായ ചരിത്രങ്ങളിൽപ്പെട്ടതാണ്. ആ കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോയ സമയത്ത് അബൂ ഖുഹാഫ ചോദിച്ചു എന്നാണ്, നമ്മളുടെ പണമൊക്കെ എടുത്ത് അബൂബക്കർ സ്ഥലം വിട്ടോ? അദ്ദേഹം അന്ന് മുസ്ലിം ആയിട്ടില്ല. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറച്ച് കല്ലും മരക്കഷ്ണമൊക്കെ ഒരു കിഴിയിൽ കെട്ടിയിട്ട് വീട്ടിൽ വെച്ചിരുന്നു എന്നാണ്. അങ്ങനെയാണ് ചരിത്രത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ സിദ്ദീഖ് അത് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് തന്നെ എന്താണ്? അബൂബക്കർ സിദ്ദീഖ്, പാപ്പാനെ പറ്റിക്കാൻ വേണ്ടി. അത് ആ പറയുന്ന ചരിത്രത്തിൽ പറയുന്നത് അസ്മാ റളിയല്ലാഹു അൻഹ വാപ്പ ഇങ്ങനെ എവിടെ പോയി, നമ്മളുടെ പണം എടുത്ത് അബൂബക്കർ പോയോ? അബൂബക്കറിന്റെ സ്വത്ത് തന്നെയാണ്, വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നും വെച്ചിട്ടില്ലേ ചോദിച്ചപ്പോ അവരങ്ങനെ ചെയ്തു എന്ന് ആ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതല്ലാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ രൂപത്തിൽ പിതാവിനെ പിന്നെ പറ്റിക്കാൻ വേണ്ടി ആ രൂപത്തിൽ അവിടെ കിഴിയിൽ കല്ലോ മറ്റോ കെട്ടിവെച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇങ്ങനെ ഈ ബാക്കിയുള്ള ദർസുകളിൽ ഇൻഷാ അല്ലാഹ് അബൂബക്കർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ രംഗത്ത് അദ്ദേഹത്തിന്റെ ആ ഉറച്ച നിലപാട് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് എനിക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കേൾക്കാൻ നിങ്ങൾക്കും നമ്മളുടെ ഈ സംസാരത്തെയും ഈ ഒത്തുകൂടലിനെയും അല്ലാഹു ഒരു സാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.